മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേലും സിറിയയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വിഷയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മൗദൂദികളുണ്ടല്ലോ, അവരുടെ പ്രിയപ്പെട്ട വിസ്മയമായിട്ടുള്ള താലിബാനുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ ഓരോ പൗരനും സന്തോഷിക്കാവുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. താലിബാന്റെ മന്ത്രിയായിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയാണ്, അഭയാർത്ഥികാര്യ മന്ത്രിയാണ് ഖലീൽ റഹ്മാൻ ഹക്കാനി എന്ന ഈ മന്ത്രി അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള കാബൂളിൽ വെച്ചിട്ട് ഒരു ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ രാജ്യത്തെ ഓരോ പൗരനും വളരെയേറെ സന്തോഷിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ കൊല്ലപ്പെട്ട ഈ മന്ത്രി എന്ന് പറയുന്നത് കടുത്ത ഇന്ത്യ വിരുദ്ധനാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. കടുത്തൊരു ഇന്ത്യ വിരുദ്ധൻ, ഒരു ഭീകരൻ കൊല്ലപ്പെട്ടാൽ ഈ രാജ്യത്തെ ഏതൊരു പൗരനും വളരെയേറെ സന്തോഷിക്കാവുന്നത് തന്നെയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തെ ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ, അതായത് മൗദൂദികൾ, ഇവരുടെ വിസ്മയമാണ് ഈ താലിബാൻ എന്ന് പറയുന്നത്. അവരിന്ന് ദുഃഖാചരണവുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന കടുത്ത ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആളുകളെ പോലും വിസ്മയം എന്ന് പറഞ്ഞുകൊണ്ടാ നമ്മുടെ കേരളത്തിലെ മൗദൂദികള്, തീവ്ര ചിന്താഗതിക്കാര്, ജിഹാദികള് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് സകല ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയണം. ഒരു സന്തോഷമുണ്ട് ഇത്തരം വാർത്തകൾ വരുമ്പോൾ. ഈ ഭീകരവാദികളും തീവ്രവാദികളൊക്കെ തമ്മിൽ തല്ലി ചത്തൊടുങ്ങുമ്പോൾ ലോകം കൂടുതൽ സമാധാനത്തിലേക്ക് എത്തുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവശേഷിക്കുന്ന ഭീകരരെ നമ്മളൊക്കെ തന്നെ നോക്കിയാൽ മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും തമ്മിൽ തല്ലി ചത്തോണ്ടിരിക്കട്ടെ. അത് അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും സിറിയയിലാണെങ്കിലും അതായത് ഇറാനിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. ഇസ്രായേൽ സിറിയ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു സമയം വരെ ഇസ്രായേല് 1400 കേന്ദ്രങ്ങൾ സിറിയയിലേത് അടിച്ച് തകർത്തിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് വാർത്ത വന്നിട്ടുണ്ട്. അതായത് ബഷാറുൽ അസദിന്റെ പിതാവും 1/2 നൂറ്റാണ്ടിലധികം സിറിയ ഭരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അക്കാലം അത്രയും സിറിയയിൽ നിർമ്മിച്ചിട്ടുള്ള ആയുധ കേന്ദ്രങ്ങള്, മിസൈൽ ഫാക്ടറികള്, അങ്ങനെ തുടങ്ങിയ ആയുധവുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ സകലതും ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് കൃത്യമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 1400 കേന്ദ്രങ്ങളാ സിറിയയിലേത് ഇസ്രായേലി സൈന്യം ഇതിനോടകം തകർത്ത് തരിപ്പണമാക്കിയത്. അതായത് വിമതരും ഭീകരവാദികളും കൂടി സിറിയ കൈയടക്കിയതിന് ശേഷം ഇസ്രായേലി സൈന്യം ആക്രമിച്ചതിന്റെ ലിസ്റ്റാണ് പുറത്തു വന്നിട്ടുള്ളത്. സിറിയയുടെ എല്ലാ കെമിക്കൽ ഫാക്ടറികളും കെമിക്കൽ സംഭരണശാലകളും പൂർണ്ണമായി തകർത്തു. സിറിയയുടെ എല്ലാ മിസൈലുകളും തകർത്തു. സിറിയൻ സൈന്യത്തിന്റെ എല്ലാ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും തകർത്തു. സിറിയൻ നാവികസേനയുടെ എല്ലാ യുദ്ധക്കപ്പലുകളും മുങ്ങിക്കപ്പലുകളും തകർത്തു. സിറിയയുടെ കയ്യിലുണ്ടായിരുന്ന റഷ്യൻ നിർമ്മിത യുദ്ധവിമാന പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ തകർത്തിരിക്കുന്നു. അങ്ങനെ കൃത്യമായ ലിസ്റ്റുകൾ ഉൾപ്പെടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിറിയ കൈയടക്കിയിട്ടുള്ള വിമതരുടെയും ഭീകരരുടെയും കയ്യിൽ ഒന്നും തന്നെ കിട്ടാതിരിക്കാൻ, അതായത് 1/2 നൂറ്റാണ്ടോളം ബഷാറുൽ അസദിന്റെ പിതാവും കൂടെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ആയുധ സംവിധാനങ്ങളോ യാതൊന്നും തന്നെ ഇത്തരം വിമതർക്കോ ഭീകരവാദികൾക്കോ കിട്ടാതിരിക്കാൻ ഇസ്രായേലി സൈന്യം വളരെ വലിയ ആക്രമണങ്ങൾ തന്നെയാണ് ഈ സിറിയയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇറാനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു ബന്ധത്തിൽ മുന്നോട്ടു പോവാൻ വിമതരും ഭീകരരും തയ്യാറായാൽ, അതേപോലെ തന്നെ ഹിസ്ബുള്ളക്ക് ഏതെങ്കിലും തരത്തിൽ ആയുധങ്ങൾ കൊടുക്കാൻ തയ്യാറായാൽ
വിമതരെ ഒരാളെ പോലും വെറുതെ വിടില്ല എന്ന വളരെ വലിയ പ്രഖ്യാപനം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിരിക്കുന്നു. നമുക്കറിയാം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓരോ പ്രഖ്യാപനങ്ങളും ഓരോ തീരുമാനങ്ങളായിരുന്നു എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട റിസൾട്ടുകൾ വരുമ്പോഴാണ് നമ്മളൊക്കെ തന്നെ കൃത്യമായിട്ട് അത് തിരിച്ചറിയാറുള്ളത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു, ഈ സിറിയ കൈയടക്കിയ വിമതരോ ഭീകരരോ ഏതെങ്കിലും തരത്തിൽ ഇറാനോ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ടോ ഒരു അടുപ്പത്തിന് തയ്യാറായാൽ ഒരാളെ പോലും ബാക്കി വെക്കില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ മൗദൂദികളോട്, അടുപ്പുകൂട്ടിക്കാരോട് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളതാണ്, ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇനി സിറിയ കൈയടക്കി ഭരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകള് ഏതെങ്കിലും സമയത്ത് എപ്പോഴെങ്കിലും കൊല്ലപ്പെടുകയാണെങ്കിൽ കാരണം വളരെ വ്യക്തമായിരിക്കും. ഇറാനെയോ ഹിസ്ബുള്ളയോ സഹായിക്കാൻ ഇവര് ഇറങ്ങിയത് കൊണ്ടാണ് ഇസ്രായേൽ കൊല ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് ആദ്യമേ തിരിച്ചറിഞ്ഞോളൂ. ഈ അടുപ്പുകൂട്ടികള് എല്ലാ പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും സകലതും കഴിഞ്ഞ് സകലതും വൃത്തിയാക്കി വെക്കുമ്പോഴാണ് ഇറങ്ങുക. എന്തിനാണ് ഇസ്രായേൽ കൊല ചെയ്യാൻ ഇറങ്ങിയത്, ഇസ്രായേൽ എന്തിനാണ് ആക്രമണം ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പ്രഖ്യാപനങ്ങൾ ഇസ്രായേലിൽ നിന്ന് പുറത്തു വരാറുണ്ട്. ഈ സിറിയ കൈയടക്കിയ വിമതരും ഭീകരരും അവരുടെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോയാൽ അവർക്ക് അവിടെ നിൽക്കാം എന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത്. എന്തൊക്കെ തന്നെ ആയാലും മൗദൂദികൾ വലിയ ആവേശത്തിലെ അടുപ്പുകൂട്ടികളെ നമ്മുടെ കേരളത്തിലുള്ള ഈ പുതിയൊരു അവതാരത്തെ കിട്ടിയിട്ടുണ്ടല്ലോ, പുതിയൊരു നല്ല ഒന്നാം തരം വിഷമുള്ള ഒരുതരം കിട്ടിയല്ലോ ഇവർക്ക് നേതാവായിട്ട്. അപ്പോ ഏതായാലും അവനെയും പൊക്കിപ്പിടിച്ച് ആ ഭീകരനെയും പൊക്കിപ്പിടിച്ച് നമ്മുടെ കേരളത്തിലെ അടുപ്പുകൂട്ടിക്കാരൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മിക്കവാറും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഈ താലിബാന്റെ മന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള അടുപ്പുകൂട്ടികളായിരിക്കും. കാരണം അവരുടെ വിസ്മയത്തിൽ ഒന്നാണല്ലോ തീർന്നു പോയിട്ടുള്ളത്. ഇവരെവിടെയൊക്കെ കൈ വെക്കുന്നോ അതൊക്കെ തന്നെ തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ സന്തോഷം നൽകുന്ന വാർത്തകൾ തന്നെയാണ് സിറിയ ഇസ്രായേൽ വിഷയത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സകല അടുപ്പുകൂട്ടികളോടും പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഭീകരവാദമോ തീവ്രവാദമോ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. അതൊക്കെ തകർത്ത് തരിപ്പണമാക്കാൻ അമേരിക്ക, ഇസ്രായേല്, നമ്മുടെ ഭാരതമൊക്കെ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്താണെങ്കിലും അതൊരു തരത്തിലും ഒരു രീതിയിലും തല ഉയർത്താൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഭരണാധികാരികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് പടവെട്ടിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. അമേരിക്കൻ ഭരണത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഡൊണാൾഡ് ട്രംപ് ആണ്. അതികരുത്തരായിട്ടുള്ള ഭരണാധികാരികൾക്ക് മുന്നിൽ കൃത്യമായിട്ട് ഭീകരവാദവും തീവ്രവാദവും തകർന്നടിയുന്നതാണ്. ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളും സന്തോഷത്തോടു കൂടിയിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.